സഹോദരി സഹോദരന്മാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരായ ഇസ്രയേൽ ജനം ചെങ്കടൽ കടന്ന് ഷൂർ മരുഭൂമിയിൽ കൂടിയുള്ള 3 ദിവസത്തെ യാത്രയിൽ വെള്ളം കിട്ടാതെ വലഞ്ഞപ്പോൾ മാറായിലെ വെള്ളം മധുരമാക്കി മാറ്റി കുടിപ്പാൻ നൽകിയ ദൈവം അവർക്ക് മറ്റൊരു വാഗ്ദത്തം കൂടി നൽകുന്നു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തിൽ ബാധിച്ച ഒരു ബാധകളും നിങ്ങൾക്ക് വരികയില്ല. മാറയിൽ നിന്നും വീണ്ടും ഇസ്രയേൽ ജനം യാത്ര തിരിച്ചു. അവർ എത്തിച്ചേർന്നത് എലീം എന്ന സ്ഥലത്തായിരുന്നു. അവിടെ വളരെ കാലം അവർ ക്യാമ്പ് ചെയ്തു. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. ചെങ്കടൽ കടന്ന് സീനായിലേക്കുള്ള യാത്രയിലെ ഒരു സ്റ്റോപ്പായിരുന്നു ഈ കാണുന്ന എലീം. ഏകദേശം ചെങ്കടൽ ക്രോസിങ്ങിൽ നിന്നും 26 മൈൽ അല്ലെങ്കിൽ 42 കിലോമീറ്റർ ദൂരത്ത് സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് എലീം കാണപ്പെടുന്നത്. ക്ഷീണിതരായ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഒരിടമായിരുന്നു ഇവിടം. ഇന്നും ഈ ഈന്തപ്പനകളും നീരുറവുകളും അതുപോലെ തന്നെയുണ്ട്. ഈ കാണുന്നത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന നീരുറവുകളാണ്. ഈ ഭാഗം അക്വാബ ഉൾക്കടലിൻ്റെ അതിർത്തിയാണ് എങ്കിലും ഈ നീരുറവയിലെ വെള്ളം രുചിച്ചു നോക്കിയപ്പോൾ വളരെ നല്ലതായിരുന്നു. ഈ കുപ്പിയിൽ കാണുന്ന വെള്ളം ഈ കാണുന്ന നീരുറവയിൽ നിന്നും ശേഖരിച്ചതാണ്. കുറച്ചു നാളുകൾക്ക് ശേഷം എലീമിൽ നിന്ന് യാത്ര ചെയ്ത് സീൻ മരുഭൂമിയിൽ അവർ എത്തിച്ചേർന്നു. ഈ സ്ഥലം വളരെ വ്യത്യസ്തമായിരുന്നു. അവർ കരുതിയിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു. ഈ വലിയ പുരുഷാരത്തിന് എങ്ങനെയാണ് ആഹാരം ലഭിക്കുക? അവർ ഭാവിയോർത്ത് ഭയപ്പെട്ടു. അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഇറച്ചിക്കലങ്ങളുടെ അരികിലിരുന്ന് തൃപ്തിയാകുമെന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുവാനാണോ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഇതിലും നല്ലത് ഈജിപ്തിൽ വെച്ച് തന്നെ ഞങ്ങൾ മരിക്കുന്നതായിരുന്നു. ഈ ജനങ്ങൾ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. ഈജിപ്തിലെ കൈപ്പേറിയ അവരുടെ ജീവിതം, അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്നതിന് നടന്ന അത്ഭുതങ്ങൾ. ഈജിപ്തിലെ ആദ്യജാതന്മാരെ സംഹാരദൂതൻ നശിപ്പിച്ചപ്പോൾ അവരുടെ മക്കളെ ഒഴിവാക്കിയത്, ചെങ്കടലിൻ്റെ നടുവെ ദൈവം തുറന്ന പാതയിലൂടെ അവർ സുരക്ഷിതരായി കടന്നുപോയതും അവരെ പിന്തുടർന്ന മിസ്രൈം സൈന്യം കടലിൽ മുങ്ങി മരിച്ചു പോയതും അവർ മറന്നുപോയി. ഇന്ന് നാം ഓരോരുത്തരുടെയും ജീവിതം ഇപ്രകാരം തന്നെയാണ്. താൽക്കാലികമായ അസൗകര്യങ്ങൾ, ശോധനകൾ, യാതനകൾ വരുമ്പോൾ മുൻപ് ദൈവം ചെയ്ത നന്മകളെ നാം മറന്നു പോകുന്നു. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞത്, എൻ്റെ ന്യായപ്രമാണം അവർ അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കാൻ പോകുന്നു. ആ പരീക്ഷ എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്നും അപ്പം വർഷിപ്പിക്കും. ഓരോ ദിവസത്തേക്കും വേണ്ടുന്നത് അന്നന്ന് പിറക്കിക്കൊള്ളണം. ഓരോരുത്തർക്കും ആവശ്യമുള്ളിടത്തോളം പിറക്കണം. എന്നാൽ 6-ാം ദിവസം ഒരാൾ പിറക്കുന്നതിൻ്റെ ഇരട്ടിയായി പിറക്കിക്കൊള്ളണം. എന്നാൽ യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടു. വൈകുന്നേരം കാടപ്പക്ഷികൾ വന്ന് പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് എല്ലായിടവും ചെതുമ്പലിൻ്റെ മാതിരി ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ വീണു കിടക്കുന്നത് കണ്ടു. ജനം അതിന് മന്ന എന്ന് പേരിട്ടു. ഓരോരുത്തരും തനിക്ക് ഭക്ഷിക്കാനിടത്തോളം പേർക്കുകയായിരുന്നു. 6-ാം ദിവസം മോശയുടെ നിർദ്ദേശപ്രകാരം ഇരട്ടി ആഹാരം ശേഖരിച്ചു. പുറപ്പാട് 16:23 ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ. നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബ്ബത്ത്. ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ, ശേഷിക്കുന്നത് നാളത്തേക്ക് സൂക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇന്ന് യഹോവയുടെ ശബ്ബത്താകുന്നു. 6 ദിവസം നിങ്ങൾ അത് പിറക്കേണം. ശബ്ബത്തായ 7-ാം ദിവസത്തിലോ അത് ഉണ്ടാകുകയില്ല. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അങ്ങനെയെങ്കിൽ ആഴ്ചയിലെ 7-ാം ദിവസത്തിന് ശബ്ബത്ത് എന്ന പേര് വന്നത് ഈ വാക്യത്തിലെ അടിസ്ഥാനത്തിലാണോ? മറ്റു ദിവസങ്ങളൊന്നും ദൈവം പേർ ചൊല്ലി വിളിച്ചതായി നാം കാണുന്നില്ല. 1-ാം ദിവസം, 2-ാം ദിവസം, 6-ാം ദിവസം, എന്നാൽ 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. അതിനാൽ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു, ശബ്ബത്ത് എന്ന പേർ വിളിച്ചു. ദൈവം ശുദ്ധീകരിച്ച് വേർതിരിച്ച ദിവസത്തെ മനുഷ്യരാൽ മാറ്റാൻ സാധ്യമല്ലല്ലോ. എന്നാൽ ദൈവത്തെ അനുസരിക്കാത്ത ജനം ഇന്നത്തേതുപോലെ അന്നും ഉണ്ടായിരുന്നു. മോശയോട് ദൈവം പറഞ്ഞത്, അന്നേക്ക് വേണ്ടുന്നത് മാത്രം പെറുക്കണം, അധികം പെറുക്കുന്നത് ക്രമിച്ച് നാറും. എന്നാൽ 6-ാം ദിവസം ഇരട്ടി ആഹാരം ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചു. അത് ക്രമിച്ച് നാറ്റം ഭവിച്ചതുമില്ല. സങ്കീർത്തനം 78:24 യോഹന്നാൻ 6:31 പറയുന്നത് ഇത് സ്വർഗീയ അപ്പം എന്നാണ്. ഈ കാണുന്നത് സീൻ മരുഭൂമിയാണ്. ഇവിടെ വെച്ചാണ് നിരവധി പ്രധാന സംഭവങ്ങൾ നടന്നത്. ഇസ്രയേലിയർ ദൈവത്തിനെതിരെ പിറുപിറുത്തതിനാൽ സ്വർഗീയ അപ്പമായ മന്ന നൽകി. ഏകദേശം 40 വർഷത്തിനു ശേഷം
അവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച ദിവസം വരെ അവർ മന്ന ഭക്ഷിച്ചു. അവർക്ക് കാടപ്പക്ഷികളെ നൽകി ശപഥദിനം സ്ഥാപിച്ചു. ദൈവം മോശയ്ക്ക് മറ്റൊരു നിർദ്ദേശം കൂടി കൊടുത്തു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നപ്പോൾ മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ ആകാശത്തു നിന്നും തന്ന ആഹാരം നിങ്ങളുടെ വരും തലമുറകൾ കാണേണ്ടതിന് ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നായിട്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷി സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. എൻ്റെ പ്രിയ കൂട്ടുകാരെ, സീൻ മരുഭൂമിയിലെ അനുഭവത്തിന് ശേഷം ഹോരേബിൽ വെച്ചും വെള്ളത്തിന് വേണ്ടി മോശയോട് വഴക്കുണ്ടാക്കിയ ജനത്തിന് പിളർന്ന പാറയിൽ നിന്നും എങ്ങനെയാണ് കുടിപ്പാൻ വെള്ളം ലഭിച്ചത് എന്നറിയുവാൻ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ മറക്കരുത്.